നമസ്കാരം. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 4 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ അധികാരം ഏറ്റെടുത്താലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രം ഒരു മരീചികയായി തുടരുന്നു. എന്തുകൊണ്ടാണത്? ഒരു അന്വേഷണം നടത്താം. എന്തുകൊണ്ടാണ് വ്യക്തമായ ഒരു മാൻഡേറ്റ് ഉണ്ടായിട്ടും കോൺഗ്രസിന് തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് 3 പേരുകളിൽ നിന്നും ഒന്നിലേക്ക് എത്തിച്ചേരാൻ ഇത്രയധികം കാലതാമസം എടുക്കുന്നത്? തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു തന്ത്രം എന്ന നിലയിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകണ്ട എന്ന് കരുതി കോൺഗ്രസ് പാർട്ടി ബുദ്ധിപരമായ ഒരു സമീപനമെടുത്തു. കളക്റ്റീവ് ലീഡർഷിപ്പ്, ടീം UDF. പക്ഷേ ടീം UDFനെ നയിച്ച ഒരാളുണ്ട്. അത് VD സതീശനാണ്. നാച്ചുറൽ ചോയ്സാണ്. കേന്ദ്രത്തിൽ നിന്നും ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ടും തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടും കേന്ദ്രത്തിൻ്റെ വേണ്ടി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടും തീർച്ചയായും KC വേണുഗോപാൽ അരങ്ങിൽ നിറഞ്ഞു നിന്നിരുന്നു. സംശയമില്ല. പ്രചരണ കമ്മിറ്റി ചെയർമാനായി രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. 3 പേരും അർഹരാണ്, സംശയമില്ല. ഇനി നമ്മൾ അർഹതയെക്കുറിച്ചൊക്കെ നമ്മൾ ഏറെ പറഞ്ഞതാണ്, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൻ്റെ ഡൈനമിക്സിന് ഉള്ളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ? കാരണം ഇതിനകത്ത് പ്രേക്ഷകർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, ആര് മുഖ്യമന്ത്രി എന്ന ഒരു ബാൻഡ് വാഗണിൽ സതീശനാകട്ടെ ചെന്നിത്തലയാകട്ടെ എന്ന് കണ്ണുമടച്ച് പറയാതെ ഇതിന് പാർലമെൻ്ററി സമ്പ്രദായം അനുശാസിക്കുന്ന ചില സങ്കേതങ്ങളുണ്ട്, ചില സങ്കല്പങ്ങളുണ്ട്, ചില മര്യാദകളുണ്ട്, ചില താരിപ്പുകളുണ്ട്, ചില കീഴ്വഴക്കങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ കീഴ്വഴക്കങ്ങൾ ഉപരിയായി കൃത്യമായ ഫോർമാലിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. എന്താണ് ഫോർമാലിറ്റി? നമ്മൾ ഫോളോ ചെയ്യുന്നത് വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായമാണ്. അതനുസരിച്ച് ഒരു രാജ്യത്തിന്, അപ്പോൾ അവിടെ രാജ്യമാണല്ലോ, ബ്രിട്ടീഷ് സമ്പ്രദായമാണ് വെസ്റ്റ് മിനിസ്റ്റർ സമ്പ്രദായം. അവിടെ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമായ ഹൗസ് ഓഫ് കോമൺസ്, അത് ബ്രിട്ടനിലാണ്, അതിൻ്റെ ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവിനെ രാജാവ് നിയമിക്കുന്നു, പ്രധാനമന്ത്രിയെ നിയമിക്കുന്നു. അതാണല്ലോ പതിവ്. ഇവിടെ ഇന്ത്യ അല്ല വിഷയം. ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ്. ഇന്ത്യയുടെ കേന്ദ്രത്തിൽ ഇപ്പോൾ നമ്മൾ സംസ്ഥാന തലത്തിലും അതേ മാതൃകയാണ് പിന്തുടരുന്നത്. ഇവിടെ ഒരു മണ്ഡലമേ ഉള്ളൂ, 2 മണ്ഡലങ്ങളില്ല. നിയമനിർമ്മാണ സഭ, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, അവിടെ ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവ്. ഇവിടെ ഒരു ഭൂരിപക്ഷ കക്ഷിയല്ല, മുന്നണി സംവിധാനമാണ്. ഭൂരിപക്ഷ മുന്നണിയായ ഐക്യ ജനാധിപത്യ മുന്നണി UDF കൃത്യമായ നമ്പേഴ്സ് ലഭിച്ചു. 102 സീറ്റുകൾ 140-ൽ, ഇപ്പോൾ 3-2 ഭൂരിപക്ഷത്തിൽ കൂടുതലുണ്ടത്. അവിടെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പാർലമെൻ്ററി സിസ്റ്റം അനുസരിച്ച് മുന്നണിയുടെ നേതാവ്, ആ മുന്നണിയിൽ ഒരു മര്യാദയാണ് മുഖ്യകക്ഷി കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് എന്ന കക്ഷിക്ക് തന്നെ 63 സീറ്റുകളുണ്ട്. അത് 63 സീറ്റ് എന്നുള്ളത് ഈ കേവല ഭൂരിപക്ഷമില്ല, 71 വേണം കേവല ഭൂരിപക്ഷത്തിന്. പക്ഷേ എങ്കിലും ഘടകകക്ഷികൾ കോൺഗ്രസിനെ അച്ചുതണ്ട് ശക്തിയായി കാണുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാവിനെ ഘടകകക്ഷികൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക എന്നതാണ് ഇതുവരെയുള്ള പ്രമാണം. അല്ലാതെ ഘടകകക്ഷികൾ പറയുന്ന ആളിനെ എല്ലാം കൂടെ ചേർത്ത് 102 പേരെയും കൂടെ ഒരുമിച്ചിരുത്തി അതിൽ നിന്നൊരു നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടി വരില്ല. കോൺഗ്രസിൻ്റെ 63 പേര് ചേർന്ന് തിരഞ്ഞെടുക്കുന്ന പാർലമെൻ്ററി പാർട്ടി നേതാവിനെ ഘടകകക്ഷികൾ മുഖ്യമന്ത്രിയെ അംഗീകരിക്കുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ ഘടകകക്ഷികൾ വിലപേശൽ ഒക്കെ അവർക്ക് മുഖ്യമന്ത്രിയുമായിട്ട് നടത്താം, പാർട്ടിയുമായിട്ട് നടത്താം, മുന്നണിക്കുള്ളിൽ വിലപേശലുകളൊക്കെ നടത്താം, എത്ര മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്താം. അതാണല്ലോ രീതി. ഇനി കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് വരാം. 3 പേരുകൾ: VD സതീശൻ പ്രതിപക്ഷ നേതാവ്, രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്. ഈ 2 പേരും മാത്രമാണ് MLA മാർ. വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിൽ ഒരിടത്തും പറയുന്നില്ല MLA-മാരുടെ അല്ലെങ്കിൽ MP-മാരുടെ ഇടയിൽ നിന്നും, തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികരുടെ ഇടയിൽ നിന്നും മാത്രമേ തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനാവൂ എന്ന് പറയുന്നില്ല. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഭൂരിപക്ഷ മുന്നണിയുടെ കക്ഷിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ 25 വയസ്സ് പൂർത്തിയായിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം, മറ്റ് ഓഫീസുകൾ ഹോൾഡ് ചെയ്യുന്ന ആളാവരുത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ലോക്സഭ അംഗമായ KC വേണുഗോപാലിനെ തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അദ്ദേഹം ലോക്സഭാ അംഗമായതുകൊണ്ടല്ല, അദ്ദേഹം 25 വയസ്സ് പൂർത്തിയായ ആളും കോൺഗ്രസ് നേതാവും ആയതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ 6 മാസത്തിനുള്ളിൽ, ഞാൻ സാങ്കേതികതയാണ് പറഞ്ഞത്, വേണുഗോപാൽ എന്ന പേരല്ല പറയുന്നത്, സാങ്കേതികതയാണ്. 6 മാസത്തിനുള്ളിൽ നിയമസഭ അംഗമായിരിക്കണം.
അപ്പോൾ 6 മാസത്തേക്ക് അങ്ങനെ AK ആൻ്റണി നിയമസഭയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, പിന്നെ അങ്ങനെ പലരും വന്നിട്ടുണ്ട്. ഈ എന്തിന് EK നായനാർ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു 1996 തിരഞ്ഞെടുപ്പിൽ ജയിച്ച് വന്നത് EK നായനാർ മിക്കവാറും അങ്ങ് റിട്ടയർ ചെയ്ത് പോകുന്നൊരു തിരക്കിലായിരുന്നു. സുശീല ഗോപാലൻ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. സുശീല ഗോപാലൻ തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. പക്ഷേ സുശീല ഗോപാലിന് കൊടുക്കാതെ സഖാവ് EK നായനാർക്ക് രണ്ടാമതൊരു ഊഴം കൂടി CPM കൊടുത്തു. പിന്നെ അദ്ദേഹം തിരഞ്ഞെടുത്ത് വരികയായിരുന്നു. അതോ എനിക്ക് ഉറപ്പില്ല അദ്ദേഹം MLA ആയിരുന്നോ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ AK ആൻ്റണി തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് മുഖ്യമന്ത്രിയായി. അത് നമുക്ക് ഓർമ്മയിലുണ്ട്. അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു മന്ത്രിയെ നമുക്കറിയാം, K മുരളീധരൻ അല്ലേ. K മുരളീധരൻ വിദ്യുച്ഛക്തി മന്ത്രിയായി ചുമതലയേറ്റു. KPCC പ്രസിഡൻ്റായിരുന്നയാൾ ഒരു ഗ്രൂപ്പ് വീതം വെക്കലിൻ്റെയൊക്കെ ഭാഗമായി KPCC പ്രസിഡന്റ് പദം ഒഴിഞ്ഞ് മന്ത്രിസ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. വടക്കാഞ്ചേരിയിൽ അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം 10,000-ൽ പരം വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ KC വേണുഗോപാലിനെ തിരഞ്ഞെടുക്കാം. ഇപ്പോഴത്തെ നിലയിൽ മനസ്സിലാക്കുന്നത് 63 അംഗ കണ്ടിൻജൻറ്റിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ മഹാഭൂരിപക്ഷം പേരും KC വേണുഗോപാലിന് വോട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ പേര് നിർദ്ദേശിക്കാൻ തയ്യാറാവുന്നവരാണ്. അതിന് വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല. യഥാർത്ഥ നേതാവ് നയിച്ചത് VD സതീശനല്ലേ, പിന്നെ എങ്ങനെ MLA മാർക്ക് ഈ വഞ്ചന കാട്ടാൻ കഴിയും എന്നുള്ള ചിന്തയൊക്കെ അപ്രസക്തമാണ്. MLA-മാർ മനുഷ്യരാണ്, അവരും കോൺഗ്രസ്സുകാരാണ്. അവർക്ക് നാളെയും കാണേണ്ടത് കേന്ദ്ര നേതാക്കളെയാണ്. രാഹുൽ ഗാന്ധിയാണ്, സോണിയാഗാന്ധിയാണ്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയാണ്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന യഥാർത്ഥ ഹൈക്കമാൻഡിൻ്റെ കൂടെ നിൽക്കുന്ന KC വേണുഗോപാൽ സംഘടനയ്ക്കുള്ളിൽ അതിശക്തനാണ്. ഈ 3 പേരേക്കാൾ നിലവിൽ ശക്തൻ, ഈ 3 പേരിൽ നിലവിൽ ശക്തൻ ചെന്നിത്തല ഒരു കാലത്ത് ശക്തനായിരുന്നു, ഇപ്പോഴല്ല. VD സതീശൻ കേരളത്തിൻ്റെ മാത്രം ഒരു നേതാവാണ്, കേന്ദ്രത്തിൽ വലിയ പ്രഭാവമൊന്നും ചെലുത്തുന്ന നേതാവല്ല. രാഹുൽ ഗാന്ധിയുടെ അകത്തളങ്ങളിലെ ആളോ അല്ല ഡൽഹിയിലെ സ്ഥിരം സന്ദർശകനോ ഒന്നുമല്ല. അതുകൊണ്ട് KC വേണുഗോപാൽ തന്നെയാണ് ഈ ആളുകൾക്കെല്ലാം സീറ്റുകൾ സംഘടിപ്പിച്ചു കൊടുക്കാൻ KCയുടെ അവസാന വാക്ക്. അത് VDയുടെ അവസാന വാക്കല്ല, ചെന്നിത്തലയുടെ അവസാന വാക്കല്ല. KC കൂടെ ടിക്ക് ചെയ്യുമ്പോഴാണ് ഒരു സ്ഥാനാർത്ഥിയാകുന്നതും മത്സരിക്കുന്നതും ജയിക്കുന്നതും. അവർക്ക് ഫണ്ട് അനുവദിച്ച് നൽകുന്നത് AICC കുടുംബസ്വത്തൊന്നുമല്ല കേട്ടോ. നാട്ടുകാരുടെ പണമാണ്, പിരിച്ചെടുക്കുന്ന പണമാണ്, സ്വാംശീകരിക്കുന്ന പണമാണ്. കോൺഗ്രസ് ഭരണത്തിലുള്ള തെലങ്കാനയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നുമൊക്കെ സംഭവം പിരിച്ചെടുക്കണമെങ്കിൽ അത് കോൺഗ്രസ് ഫണ്ടിൽ ഒരു ഫണ്ട് റൈസർ എന്ന നിലയിലും KC വേണുഗോപാലിന് വലിയ റോളുണ്ട്. അപ്പം തീർച്ചയായും മുൻപ് അഹമ്മദ് പട്ടേലായിരുന്നു ആ റോൾ വഹിച്ചിരുന്നത്. ഇപ്പോൾ KC വേണുഗോപാലാണ് സംഘടനാകാര്യ സെക്രട്ടറി. അപ്പം സംഘടനയിൽ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ അവർക്കുള്ള AICCയുടെ ധനസഹായം എത്തിച്ചു നൽകിയതും KC വേണുഗോപാലാണ്. പക്ഷേ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം എടുത്തു കൊടുത്തു എന്ന രീതിയിൽ ചിലർ കാണുന്നുണ്ട്. അത് അവരുടെ ബുദ്ധിമോശം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പം എങ്ങനെ വന്നാലും കേന്ദ്ര നിരീക്ഷകരായിട്ട് വന്നത് 2 പേരാണ് വന്നത്. അജയ് മാക്കനും അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരാളുണ്ട്. അപ്പോൾ 2 പേരും ചേർന്ന്, ഈ 2 പേരും KC വേണുഗോപാലിൻ്റെ അടുത്ത ആളുകളാണ്, ചംസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ആളുകൾ ഒന്നൊന്നായി MLA-മാരോട് ചോദിക്കുന്നു. ഗ്രൂപ്പായി ചോദിച്ചാൽ എല്ലാവരും KC എന്ന് പറഞ്ഞ് കൈപൊക്കും. ഒന്നൊന്നായി ചോദിച്ചാലും KCയോടുള്ള പ്രത്യേകമായ ഒരു താല്പര്യം, അവരുള്ള അടുപ്പം, കാരണം ആരുടെ പേര് പറഞ്ഞു എന്ന് നാളെ KC വേണുഗോപാൽ മനസ്സിലാക്കുമല്ലോ. ഇന്നാർ സതീശൻ്റെ പേരാണ് പറഞ്ഞത്, ഇന്ന ആളുകൾ ചെന്നിത്തലയുടെ പേരാണ്. എന്തൊക്കെ പറഞ്ഞാലും, എത്ര കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൊഫഷണലിസവും പറഞ്ഞാലും യഥാർത്ഥത്തിൽ മുകുൾ വാസ്നിക്കാകട്ടെ, ഇദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്ന അജയ് മാക്കനാകട്ടെ, തീർച്ചയായും പറയാൻ പോകുന്നത് മിസ്റ്റർ KC ഇന്ന ആളുകളാണ് നിങ്ങളുടെ പേര് പറഞ്ഞത് എന്ന് ഓർത്തുകൊള്ളൂ എന്ന് പറയുമല്ലോ സ്വകാര്യ സംഭാഷണത്തിൽ. ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളല്ലേ. ഇതറിയാവുന്നത് കൊണ്ട് ബുദ്ധിമാന്മാരായ കേരളത്തിലെ MLA-മാർ നാളുകളിലും തങ്ങൾക്ക് സംഘടനയിൽ നിലനിൽക്കണം, നാളുകളിലും തങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവണം, സ്ഥാനാർത്ഥിത്വം ലഭിക്കണം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് KCയോട് വല്ലാതെ KCയോട് വലിയ കൂറോ ആത്മാർത്ഥതയോ സ്നേഹമോ ഒന്നും ഉള്ളതുകൊണ്ടാകണമെന്നില്ല. അത് മാത്രമല്ല, ഇവർക്ക് അറിയുകയും ചെയ്യാം, ഈ MLA-മാർക്ക് അറിയാമല്ലോ, ജനഹിതം ഒരുപക്ഷേ
സതീശൻ അനുകൂലമാണ്. കാരണം സതീശനായിരുന്നു മുഖം, സതീശനായിരുന്നു മേൽക്കൈ, സതീശനായിരുന്നു ഫൈറ്റർ ഇമേജ് ഉണ്ടായിരുന്നത്. സതീശൻ നയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം UDF വോട്ടർമാരും വോട്ട് ചെയ്തത് എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അല്ല ചെന്നിത്തലയോ വേണുഗോപാലോ ആകാൻ വേണ്ടിയല്ല, സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അതും ഒരു സത്യമാണ്. അതൊന്നും വളച്ചൊടിച്ച കാര്യമോ വാല്യൂ ആഡഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നുമല്ല. ഇത് നമ്മുടെ MLA മാർക്കും അറിയാം. അപ്പം വേണുഗോപാൽ ആയിക്കഴിഞ്ഞാൽ എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കും, MLA മാർ സ്വീകരിക്കുമെന്ന് മറ്റൊരു കാര്യം, ഘടകകക്ഷികൾ സ്വീകരിച്ചേക്കാം മനസ്സില്ലാ മനസ്സോടെ. ജനങ്ങൾ സ്വീകരിക്കുമോ? ജനങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ആ ഗവൺമെൻറ് അൺപോപ്പുലർ ആവില്ലേ? 5 വർഷം എല്ലാ പരാജയത്തിൻ്റെയും പാപഭാരം തങ്ങളിലേക്ക് വരും. തങ്ങൾക്ക് വീണ്ടും നിയമസഭ കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ സതീശനാണെങ്കിൽ കുറച്ചുകൂടെ ധൈര്യപൂർവ്വം നയിക്കും. ഒരു ഇതിഹാസ നായകൻ്റെ പരിവേഷം ഈ അടുത്ത കാലത്ത് അദ്ദേഹം നേടിയെടുത്തു. അവസാനം മുഖ്യമന്ത്രി ആയി കഴിയുമ്പോൾ പ്രവർത്തന ശൈലി മോശമാകുന്നില്ല എങ്കിൽ തീർച്ചയായും ഒരു കരളുറപ്പുള്ള ചങ്കുറപ്പുള്ള ഇരട്ടച്ചങ്കനൊന്നും ആയില്ലേ, ഒരു 1.5 ചങ്ക് വരും. പിണറായിയുടെ അത്രയും 2 ചങ്കൊന്നും വന്നില്ല എങ്കിലും ചങ്കായി തന്നെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു ആൾ തന്നെയാണ് VD സതീശൻ. ഇതൊക്കെ MLA മാർക്ക് അറിയാം. എങ്കിലും തൽക്കാലം വേണുഗോപാൽ. അപ്പോൾ പിന്നെ ഹൈക്കമാൻഡ് മുമ്പിലുള്ള വഴി എന്താ? വേണുഗോപാൽ നിയമിക്കപ്പെട്ടാൽ ഓക്കെയാണെന്ന് പറയാം, ഇത് MLA മാരുടെ തീരുമാനം ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ സതീശനെ എന്തിന് 5 വർഷം മുൻപ് കൊണ്ടുവന്നു? രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നല്ലോ അന്നത്തെ 22 അംഗ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ ഭൂരിപക്ഷം. ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാനില്ല, സതീശന് വേണ്ടി അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി MLA ആണെങ്കിൽ പോലും സതീശനല്ല, രമേശിന് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അന്ന് പ്രതിപക്ഷ നേതാവാകാമായിരുന്നു, ഓൾറെഡി പ്രതിപക്ഷ നേതാവായിരുന്നു. പരാജയപ്പെട്ടെങ്കിൽ പോലും ജയിച്ചു വന്നതുകൊണ്ട് വീണ്ടും പ്രതിപക്ഷ നേതാവായി തുടരാമായിരുന്നു. അന്ന് പുതിയൊരു നേതൃത്വം വരട്ടെ. അന്ന് മാഡം സോണിയാഗാന്ധി ഒരു കാര്യം ആവശ്യപ്പെട്ടു, മിസ്റ്റർ സതീശൻ ബ്രിങ് ബാക്ക് ദി ഗ്ലോറി ഓഫ് UDF. അപ്പോൾ സതീശൻ ഉറപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. മാഡം പേടിക്കണ്ട, ഞാൻ UDF-നെ തിരിച്ചു ഭരണത്തിൽ കൊണ്ടുവരാൻ അക്ഷീണം ശ്രമിക്കും. അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞ നമ്പറുകൾ കൃത്യമായി വന്നു. 100 സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞു, 102 സീറ്റ് ലഭിച്ചു. കോൺഗ്രസിന് 63 സീറ്റ് ലഭിക്കുമെന്ന് 2 വർഷം മുൻപ് തന്നെ PG സമ്മേളനത്തിൽ മുൻകൂട്ടി പറഞ്ഞു. നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ച 63 അത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് വഴി കേട്ടു. അപ്പോൾ ബാക്കിയുള്ളവരോ എന്ന് ചോദ്യമൊക്കെ കേട്ടു. പക്ഷേ എല്ലാ നമ്പറുകളും VD സതീശൻ മുൻകൂട്ടി പറഞ്ഞ നമ്പറുകളാണ് ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചു വന്നപ്പോൾ. അത് മാത്രമല്ല, പരാജയപ്പെട്ടാൽ പുട്ട് ദ ബ്ലെയിം ഓൺ മീ, ഞാൻ ഏറ്റു. അപ്പം അങ്ങനൊരു മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു VD സതീശൻ. അപ്പോൾ അവിടെ VD സതീശനെ അങ്ങനങ്ങ് പൊതുജന അഭിപ്രായം സതീശൻ അനുകൂലമാണ് എന്നും കോൺഗ്രസ്സുകാർക്ക് പുറത്ത് മതവിഭാഗങ്ങൾ ഉൾപ്പെടെ ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ഒരു താല്പര്യം, അതുപോലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ താല്പര്യം, അതൊക്കെ തന്നെ VD സതീശൻ അനുകൂലമാണ്. ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഇസ്ലാമിക വിഭാഗങ്ങളുടെ ഒക്കെ താല്പര്യം VD സതീശൻ അനുകൂലമാണ്. പക്ഷേ സ്വന്തം സമുദായമായ നായർ സമുദായത്തിൻ്റെ ഉന്നത ബോഡിയായ NSSൻ്റെ പിന്തുണ ഒരുപക്ഷെ ഉണ്ടാവില്ല. 3 നായന്മാരാണ്, അതിൽ ആര് വേണേലും ആയിക്കൊള്ളട്ടെ എന്ന് G. സുകുമാരൻ നായർ പറയുമ്പോഴും ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ആകുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ഈഴവ സമുദായം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ്. 27% ജനങ്ങളുണ്ട്. അവരുടെയൊക്കെ പിന്തുണ, ഈഴവ സമുദായ ആചാര്യൻ പറയുന്നതനുസരിച്ചല്ലല്ലോ ഈഴവരുടെ പിന്തുണ. ഈ ഈഴവരുടെ പിന്തുണ ആർക്ക് എന്നത് പ്രസക്തമല്ല. പക്ഷേ സമുദായ ആചാര്യൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു സതീശനുമായി ചില തർക്കങ്ങളുണ്ട്, പക്ഷേ 3 പേരും യോഗ്യരാണ്. സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, ഇപ്പം നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. ഒരുപക്ഷെ KC ആയിക്കൊള്ളട്ടെ എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. KCയുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ 3 പേരും ഉണ്ടല്ലോ, അവർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ട് എന്നെല്ലാം പറയുമ്പോഴും ഒരുപക്ഷെ VD സതീശനെ ഒഴിച്ചു മറ്റാരെങ്കിലും. പക്ഷേ ഈ സമുദായ ആചാര്യന്മാരോ മതപുരോഹിതന്മാരോ ഒന്നും പറയുന്നതല്ലല്ലോ കോൺഗ്രസ് കേൾക്കേണ്ടത്. ഇൻ്റർപ്രറ്റിംഗ് ദ മാൻഡേറ്റ്, ആ ഒരു ജനവിധിയെ അവലോകനം ചെയ്ത് നമുക്കൊരു ഇൻഡയറക്റ്റ് സിസ്റ്റമാണ്, നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസി അല്ല. വി ഹാവ് എൻ ഇൻഡയറക്റ്റ് ഡെമോക്രസി. അതായത് ജനപ്രതിനിധികളെ ജനം തിരഞ്ഞെടുക്കുന്നു, അവർ ചേർന്ന് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. അപ്പം മുഖ്യമന്ത്രി അല്ല നേരിട്ട് തിരഞ്ഞെടുക്കുന്നത്, ജനപ്രതിനിധികളെയാണ്. ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ ജനത്തിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടല്ലോ, അത് VD സതീശനാണ് എന്ന് കണ്ടെത്താൻ പാഴൂർപ്പടിപ്പര വരെ പോയി പ്രശ്നം വെക്കേണ്ട കാര്യം ഹൈക്കമാൻഡിനില്ല. അതുകൊണ്ടാണ് ഹൈക്കമാൻഡിനെ കണ്ണു തുറന്ന് മീഡിയ റിപ്പോർട്ടുകൾ നോക്കുക, വാട്സപ്പിലും ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയുമുള്ള സോഷ്യൽ മീഡിയയിലെ ഉള്ള കമൻറ്റുകൾ നോക്കുക. സൈബർ ആർമി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, അതൊക്കെ വേറൊരു ദുഷ്ട ഉദ്ദേശത്തിൽ പറയുന്നതാണ്. ജൈവികമായി ഉയരുന്ന കമൻറ്റുകൾ, അഭിപ്രായ പ്രകടനങ്ങൾ, പ്രകടനമൊന്നും നോക്കണ്ട, അതൊക്കെ തൽപര കക്ഷികൾ ഉണ്ടാക്കുന്ന പ്രകടനമാണ്. ഫ്ലക്സ് ബോർഡുകൾ നോക്കണ്ട, അതൊക്കെ ചില സ്ഥാനമോഹികൾ ഇതിനകത്തുനിന്ന് പുറകെ നിന്ന് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവർ ചെയ്യുന്നതാണ്. ഈ ഫ്ലക്സ് ബോർഡുകൾ എന്നൊക്കെ പറയുന്ന കലാപരിപാടി, അതൊക്കെ അവഗണിച്ചുകൊണ്ട്
യഥാർത്ഥ ജനവിധിയെ ഹൈക്കമാൻഡിന് വിലയിരുത്താൻ കഴിയുകയും ഹൈക്കമാൻഡ് പറയുകയാണ് എം എൽ എമാർ ആരും അംഗീകരിക്കാതിരിക്കില്ല. ഹൈക്കമാൻഡ് പറയുന്നു, എം എൽ എമാർ അംഗീകരിക്കും. ഒരു രീതിയിലും ഹൈക്കമാൻഡിനെതിരെ കേരളത്തിലെ ഒരു കോൺഗ്രസ് എം എൽ എയും തിരിയില്ല. വേണുഗോപാലിന് കൊടുത്തില്ല എന്നും പറഞ്ഞ് ഇവിടെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഒരു പൊട്ടിത്തെറിയും ഉണ്ടാകാൻ പോകുന്നില്ല. ആദ്യം സഹകരിക്കേണ്ടത് കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ വേണമെങ്കിൽ പറയാമായിരുന്നു, താൻ മത്സരംഗത്തില്ലല്ലോ. നേരത്തെ പറഞ്ഞു അദ്ദേഹം, ഇത് മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ തനിക്ക് താല്പര്യമില്ലെന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. പക്ഷേ താൻ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് തെളിച്ചു പറഞ്ഞിട്ടില്ല. ഇത്രയും കലുഷിതമായ സാഹചര്യമായിട്ടും കെ സി വേണുഗോപാൽ തെളിച്ചു പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് കെ സി വേണുഗോപാൽ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കണം എന്നാഗ്രഹിക്കുന്നു. ഇനി രാഹുൽ ഗാന്ധിയാണ് ആത്യന്തിക തീരുമാനമെടുക്കേണ്ടത്. അത് തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും കൺസൾട്ട് ചെയ്തിരിക്കും. സോണിയാഗാന്ധിക്ക് രമേശ് ചെന്നിത്തലയോട് ചെറിയ അടുപ്പമുണ്ട്. മുൻപ് രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായി നടന്ന കാലം മുതലുള്ളൊരു അടുപ്പമാണ്. തീർച്ചയായും അത് പരിഗണിക്കപ്പെട്ടേക്കാം. സീനിയർ ആണല്ലോ. 3 പേരിൽ ഏറ്റവും സീനിയർ രമേശ് ചെന്നിത്തല തന്നെയാണ്. സൗമ്യനാണ്, മാന്യനാണ്, കാര്യമായി വിവാദങ്ങളൊന്നും പെട്ടിട്ടില്ല, അഴിമതി ആരോപണങ്ങളൊന്നുമില്ല. അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവാണ്. ഭാഗ്യദോഷം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നു. അദ്ദേഹത്തിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവിയിൽ എത്താമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയതും രമേശ് ചെന്നിത്തലയ്ക്കാണ്. വേണമെങ്കിൽ പരിഗണിച്ചാൽ ആരും ദോഷം പറയില്ല. വേണമെങ്കിൽ ആ രീതിയിൽ ചിന്തകൾ പോകാം. പക്ഷേ വി ഡി സതീശൻ എന്ന വ്യക്തി വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. ജനമനസ്സുകളിൽ, മാധ്യമ മനസ്സുകളിൽ, പൊതു മനസ്സുകളിൽ, പൊതു സമൂഹത്തെ പബ്ലിക് മാൻഡേറ്റ് എന്ന് പറയുന്നത് സതീശന് അനുകൂലമാണ്. അത് അട്ടിമറിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് സാങ്കേതികതയുടെ പേരിൽ, എണ്ണത്തിൻ്റെ പേരിൽ, മുൻപൊന്നും എണ്ണമായിരുന്നില്ലല്ലോ പരിഗണന, പലപ്പോഴും എണ്ണമല്ല. അതാണ് ചെന്നിത്തലയും പറയുന്നത് തന്നെയാണ്. എണ്ണമല്ലായിരുന്നല്ലോ മുൻപ് പരിഗണന, ഇപ്പോൾ മാത്രം തലയെണ്ണുക എന്ന് പറയുന്നത്. തലയെണ്ണണം, കാരണം നിയമസഭാ കക്ഷിയുടെ അംഗങ്ങളെ വിശ്വാസത്തിലെടുക്കണം. തലയെണ്ണുന്നതിന് കുഴപ്പമില്ല, അഭിപ്രായം ചോദിക്കുന്നതിന് കുഴപ്പമില്ല. ഇത്രയുമേ സംഭവിക്കൂ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ പ്രതിസന്ധി 2-3 ദിവസം കൂടെ നീണ്ടേക്കാം. പക്ഷെ അതിനുള്ളിൽ ഞാനിപ്പോഴേ പറഞ്ഞു വയ്ക്കുന്നു, കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരും. ഉടനെ തന്നെ ചേരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരും. അവരോട് ഹൈക്കമാൻഡ് ഇൻഫോർമലി പറയും, നിങ്ങളൊരു കാര്യം ചെയ്തോ, ഒരു പ്രമേയം പാസ്സാക്കൂ. ആരുടെയും പേരല്ല, നിങ്ങൾ പ്രമേയം പാസ്സാക്കി ഉചിതനായ ആളിനെ നിയമസഭാ കക്ഷി നേതാവായി ഹൈക്കമാൻഡ് കണ്ടെത്തി നിയമിക്കാനുള്ള അവകാശം, അനുവാദം ഹൈക്കമാൻഡിന് നിയമസഭാ കക്ഷി നൽകിയിരിക്കുന്നു. അപ്പം പന്ത് ഹൈക്കമാൻഡ് കോർട്ടിലായി കഴിഞ്ഞു. പിന്നെ ഹൈക്കമാൻഡ് ചെയ്യാനൊക്കുന്നത് എന്താ? പിന്നെ ഒന്നൊന്നായി നിയമസഭാ സംഘം, ഞങ്ങൾ ഇങ്ങനെയാണ്, ഈ പേരാണ് മുന്നോട്ട്, താങ്കൾക്ക് താല്പര്യമുണ്ടോ ചോദിക്കാം. മറുപേര് അപ്പം എല്ലാവരെയും ഒന്ന് ചോദിച്ചു, ഒരു സന്തോഷം, അത്രയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഘടകകക്ഷി നേതാക്കളോ ഉടനെ തന്നെ ഉണ്ട് ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കും, അവരുടെ അഭിപ്രായം കേൾക്കും. അതിനർത്ഥം അവർ പറയുന്ന ആളിനെ നിയമിക്കുമെന്നല്ല. അവിടെ എൻ്റെ ഒരു ചിന്ത ഇപ്പോൾ വരുന്ന ഒരു ചിത്രമാണ്, വെറും ചിന്തയല്ല, മാധ്യമങ്ങൾ കോറിയിടുന്ന ഒരു ചിത്രമാണ്. മുസ്ലിം ലീഗ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏതാണ്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു, ഇത് ഇലക്ഷൻ ജയിച്ചത് ആരാണോ ആ ആളിനാണ് സ്വാഭാവിക അർഹത, അല്ലേ? അത് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു. ഇനി ഇപ്പം ലത്തീൻ സമുദായത്തിൻ്റെ ബിഷപ്പുമാർ, RC ബിഷപ്പുമാർ, അവരൊക്കെ അനൗപചാരികമായൊക്കെ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളിൽ സതീശൻ്റെ പേര് എടുത്തു പറയുന്നില്ല എങ്കിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് കൂടി വലിയ നിർണായക സ്വാധീനമുള്ള ഒരു പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. അപ്പോൾ ക്രൈസ്തവ പിന്തുണ പൊതുവേ വി ഡി സതീശനാണ് എന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ മധ്യ കേരളത്തിലും ഉജ്ജ്വല വിജയമാണ് നേടിയത്. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ മുസ്ലിം ജനസാമാന്യത്തിൻ്റെയും മധ്യ കേരളത്തിൽ ക്രൈസ്തവ ജനതയുടെയും എല്ലാം പിന്തുണ ആവോളം ലഭിച്ചതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും വാക്കിന് മുൻപ് എന്നത്തേക്കാൾ കൂടുതൽ വില കൊടുക്കും. അവർ പറയുന്ന ആളാകണമെന്നില്ല, അങ്ങനെ വില കൊടുത്താൽ അത് സതീശനാകാനാണ് സാധ്യത. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം പേരും വേണുഗോപാലിന് അനുകൂലമായിട്ടും നിയമസഭാ കക്ഷിയിലെ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് അംഗങ്ങൾ ഒരുപക്ഷെ സതീശന് അനുകൂലമായിട്ടും. ഇപ്പോൾ CMPയുടെ ഒരാൾ ജയിച്ചു വന്നിട്ടുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ ഒരുപക്ഷെ ന്യായത്തിന് വേണ്ടി അദ്ദേഹം ജയിപ്പിച്ചെടുത്ത വെയ്വിൻ്റെ പിന്നിൽ സതീശനാണ് എന്ന ചിന്തയാണ്. അപ്പോൾ അദ്ദേഹവും അങ്ങനെ പറഞ്ഞേക്കാം. അപ്പോൾ കൊച്ചു RSP ഇവർക്കൊക്കെ വ്യത്യസ്തമായ നിലപാടെടുക്കാമല്ലോ. ഇവരൊന്നും കെ സി വേണുഗോപാലിനെ പേടിക്കേണ്ടതില്ലല്ലോ, ഹൈക്കമാൻഡിനെ പേടിക്കേണ്ടതില്ലാത്ത കോൺഗ്രസ് ഇതര UDF MLA മാർ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞാൽ അത് ഒരുപക്ഷെ സതീശന് അനുകൂലമാകാം. പിന്നെ അപ്പോൾ ഒരുപക്ഷെ ചെന്നിത്തലയ്ക്ക് ഒരു സാധ്യതയുമില്ല എന്നാകും. അപ്പോൾ ഹൈക്കമാൻഡ് വീണ്ടും ചോദിക്കും, ചെന്നിത്തല സീനിയർ ആളാണല്ലോ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെയൊക്കെ ഒരു ഏകോപനം വന്നതിന് ശേഷം ഈ 3 പേരെയും നേരിട്ട് ഡൽഹിക്ക് വിളിക്കാനാണ് സാധ്യത. ഈ 3 പേരെയും ഡൽഹിക്ക് വിളിച്ച്
തങ്ങളൊരു തീരുമാനമെടുക്കാൻ പോകുന്നു, നിങ്ങൾ അംഗീകരിക്കുമോ? അതാണ് ന്യായമായി ചെയ്യാൻ ഒക്കുന്നത്. നിങ്ങൾ അംഗീകരിക്കുമോ? അപ്പോൾ പറയും അംഗീകരിക്കാം, പക്ഷേ തീരുമാനം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമേ അംഗീകരിക്കാൻ പറ്റൂ എന്ന നിലപാട് ആരെങ്കിലുമൊക്കെ എടുത്തേക്കാം. കെ സി അല്ല, മറ്റു രണ്ടുപേരും എടുത്തേക്കാം. കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയെ നിയമിക്കുകയും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മന്ത്രിസഭയിൽ ചേരാൻ വിസമ്മതിക്കുകയും ചെയ്താലുള്ള കല്ലുകടി, പുത്തരിയിൽ തന്നെ കല്ലുകടി, അത് കോൺഗ്രസിന് താങ്ങാനാവുമോ? ആദ്യം തന്നെ നിറം കെട്ട ഒരു പ്രകടനമാവും UDFിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പം ഇവിടെ അത് ആഗ്രഹിക്കുന്നില്ല. MLA-മാർക്ക് വീണ്ടും ജയിച്ചു വരണമെന്നും ജനകീയരാകണമെന്നും ഒരു ജനകീയ ഭരണത്തിൽ പങ്കാളികളാകണമെന്നും ഒക്കെയുള്ള ആഗ്രഹമുണ്ട്. അത് കോൺഗ്രസ്സുകാർക്കും ഉണ്ടാവും എന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് സങ്കീർണമായൊരു പ്രക്രിയയിൽ ഹൈക്കമാൻഡ് വേണമെങ്കിൽ കേന്ദ്രത്തിൽ ഭരണത്തിലുണ്ടായിരുന്നെങ്കിൽ പുഷ്പം പോലെ പരിഹരിക്കാമായിരുന്നു. ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് അല്ലെ എന്തെങ്കിലും രീതിയിൽ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് കെ സി വേണുഗോപാൽ ഇവിടെ നിയമിക്കുകയാണെങ്കിൽ മറ്റ് രണ്ടുപേരെ മാന്യമായ രീതിയിൽ ഒരു പരിഗണന കൊടുക്കാം. പക്ഷേ ഒന്നും കയ്യിൽ, കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നും കയ്യിലില്ല. സംസ്ഥാന ഭരണമല്ലാതെ മറ്റൊന്നും കയ്യിലില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ കോർപ്പറേഷനോ ബോർഡോ ഒന്നും കൊടുക്കാമെന്ന് പറയാൻ നോക്കില്ല. അതുകൊണ്ട് പരമാവധി ചെയ്യാൻ നോക്കുന്നത് കെ സി വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ ചെന്നിത്തലയോ വി ഡി സതീശനോ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ആഭ്യന്തരം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലാക്കുക. ഇനി രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊടുക്കുന്നതെങ്കിൽ വി ഡി സതീശനെ ആഭ്യന്തരമന്ത്രിയാക്കുക. അങ്ങനെയെങ്കിൽ പിന്നെ കെ സി വേണുഗോപാലിന് സാധ്യത മന്ത്രിസഭയിൽ ഒരു അംഗമായിരിക്കാൻ സാധ്യത കുറവാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതേസമയം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുകയും ചെന്നിത്തല ഇടഞ്ഞു നിൽക്കുകയും ചെയ്താലോ? അങ്ങനെയും വരാം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നു, ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുക്കുന്നു. മുൻപ് ആഭ്യന്തരമന്ത്രി ആയിരുന്നു എന്ന് ഓർക്കണം, ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ. അപ്പോൾ തൻ്റെ കാലം വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പോലും ആക്കിയില്ല, ഇപ്പോൾ മുഖ്യമന്ത്രി ആക്കുന്നില്ല, തനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിത്തല മാറി നിൽക്കും എന്ന് ചെന്നിത്തലയോട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും അനൗപചാരികമായ വാർത്ത പുറത്തു വരുന്നുണ്ട്. സംഭവിച്ചേക്കാം. എങ്ങനെ വന്നാലും ഒരു കല്ലുകടി അവിടെ ഉണ്ട്. ആര് മുഖ്യമന്ത്രി ആയാലും ചില മനസ്സുകളൊക്കെ വാടുമെന്ന് നിസ്സംശയം പറയാം. പുറമേ ഒരു ബ്രേവ് ഫേസ് പുട്ടപ്പ് ചെയ്തേക്കാം, പക്ഷെ ഉള്ളിൽ പുകയുന്നൊരു അഗ്നിപർവ്വതമാകും. ഈ സാഹചര്യം കൂടുതൽ പെർപ്പച്വേറ്റ് ചെയ്യാതെ ഹൈക്കമാൻഡ് ജനവിധി ഇതാണ്, അതുകൊണ്ട് വി ഡി സതീശനാണ് സ്വാഭാവിക ചോയ്സ്. ജനവിധിയെ തങ്ങൾ അംഗീകരിക്കുന്നു. പാർലമെൻറ്റ് അംഗങ്ങളെ അല്ലെങ്കിൽ നിയമസഭാ അംഗങ്ങളെ തങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചോളാം. നിയമസഭാ അംഗങ്ങൾ ചേർന്നാണ് തീരുമാനമെടുക്കുന്നതെങ്കിലും അവർ തീരുമാനമെടുക്കാനുള്ള ചുമതല ഹൈക്കമാൻഡെ ഏൽപ്പിച്ചു. ഇതാ വി ഡി സതീശനെ തങ്ങൾ നിയമിക്കുന്നു, നിങ്ങൾക്ക് അംഗീകരിക്കാമോ എന്ന് പറഞ്ഞാൽ 63 പേരും കൈപ്പൊക്കി അംഗീകരിക്കും. പക്ഷെ ഒന്നൊന്നായി ചോദിച്ചാലോ ഗ്രൂപ്പായി ചോദിച്ചാലോ അവർ നേരിട്ട് കൈപ്പൊക്കാൻ പറഞ്ഞാലോ മറ്റൊരു ചിത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് സേഫർ ഓപ്ഷൻ ഫോർ ഹൈക്കമാൻഡ് ഈസ് ടു അപ്പോയിൻറ്റ് ദി ഓപ്പോസിഷൻ ലീഡർ, അതായത് ലീഡർ ഓഫ് ദ ഷാഡോ ക്യാബിനറ്റ് മിസ്റ്റർ വി ഡി സതീശൻ ആസ് ദി നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ. പക്ഷേ മറ്റെന്തെങ്കിലും ഒരു ചോയ്സ് ഉണ്ടായാൽ രമേശ് ചെന്നിത്തലയാണെങ്കിലും വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് അതേഴ്സ് മേ അക്സെപ്റ്റ്. പക്ഷേ വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ എങ്ങനെയാവും ശരാശരി കോൺഗ്രസ് നേതാക്കളല്ല, MLA-മാരല്ല, ശരാശരി കോൺഗ്രസ് പ്രതികരിക്കുന്ന ശരാശരി ജനം, മാൻഡേറ്റ് നൽകിയ ജനം പ്രതികരിക്കുന്നത് എന്നറിയാനാവില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുന്നു, ആര് മുഖ്യമന്ത്രിയായാലും വേണുഗോപാൽ ആകുന്നു എന്ന് തന്നെ കരുതുക. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പ്രതിച്ഛായ ഡെവലപ്പ് ചെയ്ത് എല്ലാവരുടെയും ആളായി മാറാനും ഉള്ള അനിതര സാധാരണമായ വൈഭവമുള്ള ഒരാളുമാണ് മിസ്റ്റർ കെ സി വേണുഗോപാൽ എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് എല്ലാ ഓപ്ഷൻസും ഇപ്പോഴും ഓപ്പണാണ്. മൈ preference is Mr. V.D. Sadishan.